ഇതിന്റെ നെക്ക് എങ്ങനെയുണ്ട്? ഇതൊരു വീനെക്കാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലേ? എങ്ങനെയാണ് നമുക്ക് വീനെക്ക് ചെയ്യണേന്ന് നോക്കിയാലോ? ലെങ്ത് ഒരു 13, 14 എടുക്കാം കേട്ടോ നമുക്ക്. ഒരു മീഡിയം സൈസ് ഉള്ളവർക്ക്. അതുപോലെ ഞാനിവിടെ വിഡ്ത് എടുത്തിരിക്കുന്നത് 2 ആണ്. അതിനുശേഷം നമ്മളിത് ചുറ്റും ഒന്ന് അളന്നെടുക്കുക. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയാണ് എക്സ്ട്രാ പീസ്, അതായത് നമ്മളിവിടെ അറ്റാച്ച് ചെയ്യേണ്ട പീസ് എടുക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ അളന്നു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അളന്ന് വരുമ്പോൾ ഒരു 34 നമുക്ക് കിട്ടുന്നത്. പലർക്കും പലതായിരിക്കും. കറക്റ്റായിട്ട് ഇത് അളന്നെടുക്കണം. ഇത് അളന്നതിന് ശേഷം അതിനോട് ഒരു 2 ഇഞ്ചോ 2 ഇഞ്ച് 2.5 ഇഞ്ച് കൂട്ടി നമുക്ക് വെക്കാം തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 2 ഇഞ്ച് കൂട്ടി വെക്കേ അങ്ങനെ ചെയ്യണ്ടേ. അതിനുശേഷം 1 ഇഞ്ച് വീതിയിൽ ഞാൻ സ്റ്റിഫ് എടുത്തു. 3 3.5 നമ്മൾ തുണി എടുക്കണം. അങ്ങനെ നീട്ടം എടുക്കേണ്ടത്, ഇതിന്റെ നീളം എടുക്കേണ്ടത് 34നോട് 2 ഇഞ്ച് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു 1 ഇഞ്ച് കൂടി എക്സ്ട്രാ തുടക്കക്കാരാകുമ്പോൾ വേണമെങ്കിൽ 3 ഇഞ്ച് കൂട്ടാം. അപ്പോൾ ഒരു 37 അങ്ങനെയൊക്കെ എടുക്കണ്ടേ. അതിനുശേഷം അടിച്ചു കൊടുക്കേണ്ടത് ഇതാ, നമ്മൾ സ്റ്റിഫ് വെച്ച് അടിച്ചതിന് ശേഷം അതിൽ കൂടി ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിനെ നമ്മൾ മറച്ച് വെച്ചിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ ലോങ് ആയിട്ടുള്ള ഒരു നെക്കല്ലേ തയ്ച്ചിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പീസ് നമുക്ക് ഇടയിൽ വെച്ച് കൊടുക്കാം. എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? നല്ല രസമല്ലേ? അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക കേട്ടോ. പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.